ഇന്ന് നമ്മൾ പഠിക്കുന്നത് അമീൻസിനെ കുറിച്ചാണ്. അമോണിയ മോളിക്യൂളിലെ ഹൈഡ്രജൻ ആറ്റം ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്ത് കിട്ടുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിനെയാണ് അമീൻസ് എന്ന് പറയുന്നത്. അമോണിയ മോളിക്യൂളിലെ ഒന്നോ അതിലേറെയോ ഹൈഡ്രജൻ ആറ്റംസ് ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. നമുക്ക് ആദ്യം അമീൻസിൻ്റെ സ്ട്രക്ചറും ക്ലാസിഫിക്കേഷനുമാണ് പഠിക്കാനുള്ളത്. ഒന്നാം വർഷം നമ്മൾ പഠിച്ചിരുന്നു അമോണിയ മോളിക്യൂൾ പിരമിഡൽ ജോമെട്രിയാണ്. ഇവിടെ നൈട്രജൻ ആറ്റം sp3 ഹൈബ്രിഡൈസേഷനാണ്. പക്ഷേ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ബോണ്ട് ആംഗിൾ ടെട്രാഹെഡ്രൽ ആംഗിളിനേക്കാൾ അല്പം ലോവർ ആയിരിക്കും. അതുകൊണ്ടാണ് അമോണിയ മോളിക്യൂളിന് പിരമിഡൽ ജോമെട്രി ഉള്ളത്. ഈ അമോണിയ മോളിക്യൂളിലെ ഒന്നോ അതിലേറെയോ ഹൈഡ്രജൻ ആറ്റംസ് ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്ത് കിട്ടുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിനെയാണ് അമീൻസ് എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക. അമോണിയ മോളിക്യൂളിലെ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്തു. അങ്ങനെ അമോണിയ മോളിക്യൂളിലെ ഒരു ഹൈഡ്രജൻ ആറ്റത്തെയാണ് ആൽക്കൈൽ ഗ്രൂപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്ത് കിട്ടുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഫോർമുല RNH2 എന്ന് എഴുതാൻ സാധിക്കും. ഇത്തരം അമീൻസിനെയാണ് പ്രൈമറി അമീൻസ് എന്ന് വിളിക്കുന്നത്. അമോണിയ മോളിക്യൂളിലെ ഒരു ഹൈഡ്രജൻ ആറ്റം ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്ത് കിട്ടുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് പ്രൈമറി അമീൻ. എന്നാൽ അമോണിയ മോളിക്യൂളിലെ രണ്ട് ഹൈഡ്രജൻ ആറ്റം ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്ത് കിട്ടുന്ന കോമ്പൗണ്ട്സിനെ സെക്കൻഡറി അമീൻ എന്ന് വിളിക്കുന്നു. ഇവിടെ കോമ്പൗണ്ടിൻ്റെ ഫോർമുല RNHR എന്നാണ്. രണ്ടു ഹൈഡ്രജൻ ആറ്റത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്തു. സോ ഇറ്റ് ഈസ് എ സെക്കൻഡറി അമീൻ. ഈ എക്സാമ്പിളിൽ അമോണിയ മോളിക്യൂളിലെ 3 ഹൈഡ്രജൻ ആറ്റത്തെയും ആൽക്കൈൽ ഗ്രൂപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്തിരിക്കുന്നു. അമോണിയ മോളിക്യൂളിലെ എല്ലാ ഹൈഡ്രജൻ ആറ്റത്തെയും അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്ത് കിട്ടിയാൽ നമ്മളതിനെ ടേർഷറി അമീൻ എന്നാണ് വിളിക്കുന്നത്. നമുക്കിതിനെ R3N എന്ന ജനറൽ ഫോർമുല ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കിവിടുന്ന് എക്സാമിന് വരുന്നൊരു ചോദ്യം ഏതാനും അമീൻസ് തന്നിട്ട് അതിനെ പ്രൈമറി, സെക്കൻഡറി, ടേർഷറി എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാനാണ്. നമുക്ക് ഒരു ഉദാഹരണം പരിഗണിക്കാം. CH3 CH2 NH2 CH3 CH NH2 CH3 then CH3 C CH3 CH3 NH2. നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടേർഷറി എന്നിങ്ങനെ അമീനെ തിരിക്കാം. മറ്റു ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ അമോണിയയിലെ എത്ര ഹൈഡ്രജൻ ആറ്റത്തെയാണ് ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്തത് എന്നാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഫസ്റ്റ് കോമ്പൗണ്ട് ശ്രദ്ധിക്കുക, CH3 CH2 NH2. നമുക്കറിയാം അമോണിയ NH3 ആണ്. അതിലെ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ മാത്രമാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ പ്രൈമറി അമീൻ. ഇതൊരു പ്രൈമറി അമീനാണ്. അടുത്ത് നോക്കുക, ഇവിടെ അമോണിയയിലെ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ മാത്രമാണ് ആൽക്കൈൽ ഗ്രൂപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതും അതിനാൽ പ്രൈമറി അമീനാണ്. തേർഡ് കോമ്പൗണ്ട്, ഇവിടെ അമോണിയയിലെ ഒരു ഹൈഡ്രജൻ ആറ്റം മാത്രമേ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. സോ ഈ കോമ്പൗണ്ടും പ്രൈമറി അമീനാണ്. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് ഇവിടുത്തെ ഒരു കാർബൺ ആറ്റം സെക്കൻഡറി കാർബൺ ആറ്റം ആണ്, അതുകൊണ്ട് അത് സെക്കൻഡറി അമീൻ ആണ് എന്ന് തോന്നലുണ്ടാകാം. ബട്ട് അങ്ങനെയല്ല നമ്മൾ പരിഗണിക്കേണ്ടത്. അമോണിയയിലെ എത്ര ഹൈഡ്രജൻ ആറ്റമാണ് റീപ്ലേസ് ചെയ്തത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷറി ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഒരു എക്സാമ്പിൾ കൂടി പരിഗണിക്കുക.
NH2. ഇവിടെ ഒരു അരോമാറ്റിക് ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. അമോണിയയിലെ ഒരു ഹൈഡ്രജൻ ആറ്റം മാത്രമേ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. സോ ഇറ്റ് ഈസ് ഓൾസോ എ പ്രൈമറി അമീൻ. അടുത്ത എക്സാമ്പിൾസ് നമുക്ക് ശ്രദ്ധിക്കാം. CH3NH CH3. ഇവിടെ അമോണിയയിലെ 2 ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്തു. അതിനാൽ ഇതൊരു സെക്കൻഡറി അമീനാണ്. അമോണിയ മോളിക്യൂളിലെ 2 ഹൈഡ്രജൻ ആറ്റംസ് ആൽക്കൈൽ ഗ്രൂപ്പ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്തു. സോ ഇറ്റ് ഈസ് എ സെക്കൻഡറി അമീൻ. ഇവിടെ NH3യിലെ 3 ഹൈഡ്രജൻ ആറ്റംസ് ആൽക്കൈൽ ഗ്രൂപ്പ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്തു. അതിനാൽ ഇതൊരു ടേർഷറി അമീനാണ്. ഇതൊരു അരോമാറ്റിക് ആണ്. ശ്രദ്ധിക്കുക, നൈട്രജൻ ആറ്റത്തിലെ 3 ഹൈഡ്രജൻ ആറ്റംസ് ആൽക്കൈൽ ആൻഡ് അരൈൽ ഗ്രൂപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്തു. അതിനാൽ ഇതും ഒരു ടേർഷറി അമീനാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് അമീൻസിൻ്റെ നെയിമിംഗ് ആണ്. അമീൻസിനെ നെയിം ചെയ്യാൻ IUPAC റൂളും അതുപോലെ കോമൺ നെയിമും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. IUPAC നെയിമിങ്ങിനായി പേരൻ്റ് ഹൈഡ്രോ കാർബണിലെ അവസാനത്തെ അക്ഷരമായ E മാറ്റി അവിടെ അമീൻ എന്ന വാക്ക് ചേർക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ഉദാഹരണം പരിഗണിക്കാം. ഇവിടെ ഹൈഡ്രോ കാർബൺ ചെയിനിൽ 2 കാർബണാറ്റമുള്ള ഉള്ളത്. അതിനാൽ ഇത് ഈഥൈൻ്റെ ഡെറിവേറ്റീവാണ്. ഈഥൈനിലെ E എന്ന ലെറ്റർ മാറ്റി അമീൻ എന്ന വാക്ക് ചേർക്കുന്നു. സോ കോമ്പൗണ്ടിൻ്റെ പേര് എഥനാമീൻ എന്നാണ്. ഈഥൈനിലെ E എന്ന ലെറ്റർ മാറ്റി അമീൻ എന്ന വാക്ക് ചേർക്കുന്നു. സോ കോമ്പൗണ്ട് IUPAC നെയിം എഥനാമീൻ. കോമൺ നെയിം പ്രകാരമാണ് എങ്കിൽ ഈ ഗ്രൂപ്പിനെ നമ്മൾ ഈഥൈൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കോമൺ നെയിമിൽ ഇതിനെ വിളിക്കുന്നത് ഈഥൈൽ അമീൻ എന്നാണ്. കോമൺ നെയിം ഈഥൈൽ അമീൻ എന്നാണ്. സെക്കൻഡ് കോമ്പൗണ്ട് ഇത് പ്രൊപ്പൈനാണ്. 1, 2, 3 കാർബണാറ്റമാണോ ഉള്ളത്. ആ പ്രൊപ്പൈനിലെ ഒരു ഹൈഡ്രജൻ ആറ്റം മാറി അവിടെ അമിനോ ഗ്രൂപ്പ് വന്നിരിക്കുന്നു. ഇവിടെ പൊസിഷൻ നമ്പർ നൽകണം. ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കാർബൺ ആറ്റത്തിന് ലോവർ നമ്പർ കൊടുത്താൽ ഫസ്റ്റ് കാർബൺ ആറ്റത്തിലാണ് അമിനോ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രൊപ്പൻ 1 അമീനാണിത്. പ്രൊപ്പൻ 1 അമീൻ. കോമൺ നെയിം പ്രകാരമാണ് എങ്കിൽ ഇത് പ്രൊപ്പൈൽ അമീനാണ്. പ്രൊപ്പൈൽ അമീനാണ് ഈ കോമ്പൗണ്ട്. തേർഡ് വൺ കാർബൺ ചെയിൻ, ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ഇതാണ് ഈഥൈൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിലേക്ക് ഒരു CH3 കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ അമോണിയയിലെ 2 ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്തിരിക്കുന്നു. ഇതൊരു സെക്കൻഡറി അമീനാണ്. ഇവിടെ നമുക്ക് ഉറപ്പായും പറയാൻ പറ്റും ഇത് എഥനാമീനാണ്. എഥനാമീനിലെ നൈട്രജൻ ആറ്റത്തിലൂടെ മീഥൈൽ ഗ്രൂപ്പ് ലിങ്ക് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്കിതിനെ N മീഥൈൽ എഥനാമീൻ എന്ന് നെയിം ചെയ്യാം. N എന്നാൽ നൈട്രജൻ ആറ്റത്തിൻ്റെ സിമ്പലാണ്. ആ നൈട്രജൻ ആറ്റത്തിലൂടെയാണ് മീഥൈൽ ഗ്രൂപ്പ് ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ ഈ കോമ്പൗണ്ട് നെയിം N മീഥൈൽ എഥനാമീൻ. N മീഥൈൽ എഥനാമീൻ. കോമൺ നെയിം പ്രകാരമാണ് എങ്കിൽ ഇവിടെയുള്ളത് മീഥൈൽ ഗ്രൂപ്പും ഈഥൈൽ ഗ്രൂപ്പുമാണ്. അത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ പറയുന്നു. ഈഥൈൽ മീഥൈൽ അമീൻ എന്ന് നമുക്കിതിനെ നെയിം ചെയ്യാം. അടുത്ത കോമ്പൗണ്ട് ശ്രദ്ധിക്കുക. CH3N CH3 അമോണിയ മോളിക്യൂളിലെ 3 ഹൈഡ്രജൻ ആറ്റത്തെയും ആൽക്കൈൽ ഗ്രൂപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്തിരിക്കുന്നു. ഇതൊരു ടേർഷറി അമീനാണ്. ഇത് മീഥൈൽ അമീനാണ്. മീഥൈൽ അമീനിലെ നൈട്രജൻ ആറ്റത്തിലൂടെ 2 മീഥൈൽ ഗ്രൂപ്പ് ലിങ്ക് ചെയ്തിരിക്കുന്നു. സോ നമുക്കിതിനെ NN ഡൈ മീഥൈൽ മെഥനാമീൻ എന്ന് വിളിക്കാം. NN ഡൈമീഥൈൽ മെഥനാമീൻ. കോമൺ നെയിം പ്രകാരമാണ് എങ്കിൽ 3 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്.
സോ നമുക്കിതിനെ ട്രൈ മീഥൈൽ അമീൻ എന്ന് വിളിക്കാം. ട്രൈ മീഥൈൽ അമീൻ എന്നാണ് ഇതിൻ്റെ കോമൺ നെയിം. അടുത്തായിട്ട് നോക്കുക, NH2 CH26 ടൈംസ് NH2. അമിനോ ഗ്രൂപ്പ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നിലേറെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് എങ്കിൽ പേരൻ്റ് ഹൈഡ്രോകാർബണിൻ്റെ അവസാനത്തെ അക്ഷരമായ ഇ നമ്മൾ നിലനിർത്തും. ഇത് ഹെക്സൈനാണ്. ഹെക്സൈനിൻ്റെ 1,6 പൊസിഷൻസിലാണ് അമിനോ ഗ്രൂപ്പ്. അതുകൊണ്ട് നമുക്കിതിനെ ഹെക്സൈൻ 1,6 ഡൈ അമീൻ എന്ന് വിളിക്കാം. ഹെക്സൈൻ 1,6 ഡൈ അമീൻ. ഇവിടെ ഡൈ ഒന്നിലേറെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, 2 എണ്ണം ഉള്ളതുകൊണ്ടാണ് ഡൈ എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ പേരൻ്റ് ഹൈഡ്രോകാർബണിലെ അവസാന അക്ഷരമായ ഈ നിലനിർത്തി. ഇതിൻ്റെ കോമൺ നെയിം ഹെക്സാമെഥിലീൻ ഡൈ അമീൻ എന്നാണ്. നമുക്ക് പിന്നീട് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. നൈലോൺ 66 എന്ന പോളിമർ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്ന ബേസിക് യൂണിറ്റാണ് ഹെക്സാമെഥിലീൻ ഡൈ അമീൻ. അടുത്തതായി അരോമാറ്റിക് അമീൻസിനെ എങ്ങനെയാണ് നെയിം ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം അരോമാറ്റിക് അമീനിലെ ഏറ്റവും സിമ്പിളായ മെമ്പറാണ് C6H5NH2. നമ്മളിതിനെ ബെൻസീൻ അമീൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഇതിൻ്റെ കോമൺ നെയിം അനിലീൻ എന്നാണ്. അതിനാൽ IUPAC നെയിമിങ്ങിലും നമ്മൾ അനിലീൻ എന്ന പേര് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് കോമ്പൗണ്ട് ശ്രദ്ധിക്കുക. ഇവിടെ അനിലീനിലെ 2 ഹൈഡ്രജൻ ആറ്റം CH3 ഗ്രൂപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്തിരിക്കുന്നു. ഇതൊരു ടേർഷറി അമീനാണ്. സോ നൈട്രജൻ ആറ്റത്തിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിതിനെ NN ഡൈമീഥൈൽ അനിലീൻ എന്ന് വിളിക്കാം. NN ഡൈമീഥൈൽ അനിലീൻ. അടുത്തതായി നെയിം തന്നാൽ എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫോർമുല വരയ്ക്കുന്നത് നോക്കാം. ഉദാഹരണമായി പ്രൊപ്പനാമീൻ. പ്രൊപ്പൻ എന്ന് പറയുമ്പോൾ 3 കാർബണാറ്റമാണ് ഉള്ളത്. നമ്മൾ 3 കാർബണാറ്റം ഉൾപ്പെടുന്ന കാർബൺ ചെയിൻ വരയ്ക്കുന്നു. പ്രൊപ്പനാമീൻ നമുക്കവിടെ പൊസിഷൻ നമ്പർ തന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം 1 കാർബണാറ്റത്തിലാണ് അമിനോ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. 1 എന്ന് ഇത് നമ്പർ കൊടുത്തു. ഇവിടെ നമ്മൾ NH2 ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ കാർബണിൻ്റെ റിമൈനിങ് വാലൻസീസ് പൂർത്തിയാക്കിയാൽ മതിയാകും. 1 വാലൻസി പൂർത്തിയായിട്ടുള്ളൂ. CH3 2 വാലൻസി പൂർത്തിയായി. സോ CH2 2 വാലൻസി പൂർത്തിയായി. CH2 സോ CH3 CH2 CH2 NH2. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് അമീൻസിൻ്റെ പ്രിപ്പറേഷനാണ്. നൈട്രോ കോമ്പൗണ്ട്സിൻ്റെ റിഡക്ഷൻ വഴി ലബോറട്ടറിയിൽ അമീൻ നിർമ്മിക്കാനായി സാധിക്കും. നൈട്രോ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ NO2 ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഉദാഹരണമായി നൈട്രോ ബെൻസീനെ ഒരു മെറ്റലിൻ്റെ പ്രസൻസിൽ റിഡക്ഷന് വിധേയമാക്കാൻ സാധിക്കും. നൈട്രോ ബെൻസീൻ C6H5NO2 ആണ്. H2 ബാർ നിക്കൽ. ഇതിന് പകരം നമ്മൾ നേസൻ്റ് ഹൈഡ്രജൻ എന്ന് മാത്രം എഴുതിയാൽ മതിയാകും. ഇത് പൂർണ്ണമായി റിഡക്ഷന് വിധേയമാകും. അവിടെ NO2 മാറി NH2 ഗ്രൂപ്പ് വരും. നമുക്ക് കിട്ടുന്നത് അനിലീനാണ്. നൈട്രോ ബെൻസീനെ റിഡക്ഷന് വിധേയമാക്കിയാൽ അനിലീൻ കിട്ടും. ആലിഫാറ്റിക് അമീൻസും ഈ രീതിയിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഉദാഹരണമായി നൈട്രോ മീഥൈൻ CH3NO2. ഇതിനെ H2 ബാർ നിക്കൽ, അതല്ലെങ്കിൽ നമുക്ക് ഒരു ആസിഡിൻ്റെ പ്രസൻസിൽ മെറ്റലുമായി ട്രീറ്റ് ചെയ്യാൻ അനുവദിച്ചാൽ മതിയാകും. ഉദാഹരണമായി Fe ബാർ HCl. സോ നമുക്ക് മെഥനാമീനാണ് പ്രോഡക്റ്റ് കിട്ടുന്നത്, CH3NH2. ബെറ്റർ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് Fe ബാർ HCl ആണ്. കാരണം ഇവിടെ Feയും HClഉം റിയാക്ട് ചെയ്ത് ഉണ്ടാകുന്ന ഫെറസ് ക്ലോറൈഡ് FeCl2 അത് ഹൈഡ്രോളിസിന് വിധേയമായി വീണ്ടും ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതിനാൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് വളരെ കുറച്ച് മാത്രം മതിയാകും. രണ്ടാമത്തെ മെത്തേഡ് അമോണലൈസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ്.
ആൽക്കൈൽ ഹാലൈഡ്സിനെ ആൽക്കഹോളിക് അമോണിയയുമായി ട്രീറ്റ് ചെയ്താൽ നമുക്ക് അമീൻസ് കിട്ടും. ഇവിടെ ആൽക്കൈൽ ഹാലൈഡ് കൺസിഡർ CH3Cl. ഇതിനെ എഥനോളിക് അമോണിയയുമായി ട്രീറ്റ് ചെയ്യുന്നു. എഥനോളിക് അമോണിയയുമായി ട്രീറ്റ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് CH3NH3Cl ആയിരിക്കും. അവിടെ അമോണിയം സോൾട്ടാണ് കിട്ടുന്നത്. ഈ അമോണിയം സോൾട്ടിനെ ഒരു സ്ട്രോങ് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്യുകയാണ് എന്ന് കരുതുക. NaOHമായി ട്രീറ്റ് ചെയ്താൽ കോമ്പൗണ്ട് ഡിക്കമ്പോസ് ചെയ്ത് നമുക്ക് CH3NH2 പ്ലസ് NaCl പ്ലസ് H2O അവിടെ പ്രോഡക്റ്റായി ലഭിക്കും. സോ ആൽക്കൈൽ ഹാലൈഡിനെ എഥനോളിക് അമോണിയയുമായി ട്രീറ്റ് ചെയ്യുന്നു. അവിടെ അമോണിയം സോൾട്ട് കിട്ടും. അതിനെ സ്ട്രോങ് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്താൽ നമുക്ക് അമീൻസ് കിട്ടും. ഇവിടെ യൂസ് ചെയ്യുന്ന ആൽക്കൈൽ ഹാലൈഡിൻ്റെ അളവ് കൂടുതലാണ് എങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ആ പ്രൈമറി അമീൻ വീണ്ടും ആൽക്കൈൽ ഹാലൈഡുമായി റിയാക്ട് ചെയ്ത് സെക്കൻഡറി അമീനും ദെൻ ടെർഷറി അമീനും അവസാനം കൊട്ടേണറി അമോണിയം സോൾട്ടും ഉണ്ടാകും. അതിനാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആൽക്കൈൽ ഹാലൈഡിൻ്റെ അളവ് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അമൈഡ്സിൻ്റെയും നൈട്രൈൽസിൻ്റെയും റിഡക്ഷൻ വഴിയും അമീൻസ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ആദ്യം അമൈഡിൻ്റെ റിഡക്ഷൻ. അമൈഡ് എന്ന് പറയുമ്പോൾ CONH2 ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഉള്ളത്. ഇതിനെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്താൽ നമുക്ക് പ്രൈമറി അമീൻ കിട്ടും. CH3CONH2. ഇതിനെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുന്നു. ഇത് പൂർണ്ണമായി റെഡ്യൂസ് ചെയ്യപ്പെടും. നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് CH3CH2NH2 ആണ്. ഫോർത്ത് മെത്തേഡ് റിഡക്ഷൻ ഓഫ് നൈട്രൈൽസ്. നൈട്രൈൽസ് എന്നാൽ അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് സയനോ അഥവാ C∼N ആണ്. നമ്മളതിനെ സൈനൈഡ്സ് എന്നുകൂടി പറയാറുണ്ട്. ഉദാഹരണമായി RC∼N. ഇതിനെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ചോ അതല്ലെങ്കിൽ കാറ്റലറ്റിക് ഹൈഡ്രോജനേഷൻ വഴിയോ നമുക്ക് അമീനായി റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് അതല്ലെങ്കിൽ ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോജനേഷൻ നടത്തുന്നു. സോ നമുക്ക് കിട്ടുന്നത് RCH2NH2 ആയിരിക്കും. ഈ മെത്തേഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലുപരിയായി നമുക്ക് അമീൻ സീരീസ് അസെൻഡ് ചെയ്യാനായി ഈ മെത്തേഡ് ഉപയോഗിക്കാം. അതായത് ഒരു കാർബണാറ്റമുള്ള ഒരു കോമ്പൗണ്ടിൽ നിന്നും 2 കാർബണാറ്റമുള്ള അമീൻ ഉണ്ടാക്കാൻ സാധിക്കും. ഉദാഹരണമായി ക്ലോറോമീഥൈൻ പരിഗണിക്കുക. ക്ലോറോമീഥൈൻ CH3Cl ആണ്. അങ്ങനെയുള്ള ആ ആൽക്കൈൽ ഹാലൈഡിനെ ആദ്യം സയനൈഡായി കൺവേർട്ട് ചെയ്യുന്നു. ഇതിനെ ആൽക്കഹോളിക് സോഡിയം സയനൈഡുമായി ട്രീറ്റ് ചെയ്താൽ ഇവിടെ ക്ലോറിൻ മാറി സയനോ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. സോ കിട്ടുന്ന കോമ്പൗണ്ട് CH3Cn ആണ്. ഇതിനെ റിഡക്ഷന് വിധേയമാക്കുന്നു. റിഡക്ഷന് വിധേയമാക്കിയാൽ 2 കാർബണാറ്റമുള്ള അമീൻ കിട്ടും. സോ കിട്ടുന്ന പ്രോഡക്റ്റ് CH3CH2NH2 ആണ്. സോ അമീൻ സീരീസ് അസെൻഡ് ചെയ്യാൻ, അതായത് ലോവർ നമ്പർ കാർബണാറ്റമുള്ള കോമ്പൗണ്ടിൽ നിന്നും ഹയർ നമ്പർ കാർബണാറ്റമുള്ള അമീൻസ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ നൈട്രൈൽസിൻ്റെ റിഡക്ഷൻ നടത്തുന്നത്. സോ അവിടെ ആ ലോവർ നമ്പർ കാർബണാറ്റമുള്ള ഓർഗാനിക് കോമ്പൗണ്ടിനെ നൈട്രൈലാക്കി മാറ്റുന്നു. അതിനുശേഷം ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡോ അതല്ലെങ്കിൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലോ റിഡക്ഷന് വിധേയമാക്കിയാൽ 1 കാർബണാറ്റം കൂടി കൂടുതലുള്ള അമീൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്തത് ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. പ്രൈമറി അമീൻ പ്രിപ്പയർ ചെയ്യാനാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇവിടെ ലഭിക്കുന്ന പ്രൈമറി അമീൻ പ്യുവർ ഫോമിലായിരിക്കും എന്നതാണ് ഈ മെത്തേഡിൻ്റെ മെറിറ്റ്. ഇവിടെ താലിമൈഡിനെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായി ട്രീറ്റ് ചെയ്ത് പൊട്ടാസ്യം
താലിമൈഡ് പ്രിപ്പയർ ചെയ്യുന്നു. അതിനെ ആൽക്കൈൽ ഹാലൈഡുമായി ട്രീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഹൈഡ്രോളിസിസ് നടത്തിയാൽ പ്രൈമറി അമീൻ കിട്ടും. താലിമൈഡ് C6H4CO ആണ്. ഇതിനെ KOH-മായി ട്രീറ്റ് ചെയ്യുന്നു. KOH-മായി ട്രീറ്റ് ചെയ്താൽ പൊട്ടാസ്യം താലിമൈഡ് ലഭിക്കുന്നു. ഇതിനെ ആൽക്കൈൽ ഹാലൈഡുമായി ട്രീറ്റ് ചെയ്യുന്നു. ഇവിടെ NR കോമ്പൗണ്ട് കിട്ടുന്നു. അതിനുശേഷം ആൽക്കലി ഉപയോഗിച്ച് ഹൈഡ്രോളിസിസ് നടത്തുന്നു. സോ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് C6H4CONA പ്ലസ് RNH2 ആയിരിക്കും. ഇവിടെ കിട്ടുന്ന പ്രൈമറി അമീൻ പ്യുവർ ഫോമിലായിരിക്കും. അവസാനത്തെ മെത്തേഡ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷനിൽ ഒരു അമൈഡിനെ ബ്രോമിനുമായി NaOH പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുന്നു. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷനിൽ ഒരു അമൈഡിനെ ബ്രോമിനുമായി ഒരു ആൽക്കലിയുടെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുകയാണ്. അവിടെ ഡീഗ്രഡേഷൻ സംഭവിക്കും. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന പേരൻ്റ് അമൈഡിനേക്കാൾ ഒരു കാർബണാറ്റം കുറഞ്ഞ അമീനായിരിക്കും ലഭിക്കുന്നത്. എക്സാമ്പിൾ ശ്രദ്ധിക്കുക. CH3CONH2 ഇതിനെ ബ്രോമിനുമായി NaOH പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുന്നു. ഇവിടെ ആ CO ഗ്രൂപ്പ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. Na2CO3 ആയി അത് എലിമിനേറ്റ് ചെയ്യും. നമുക്ക് കിട്ടുന്നത് CH3NH2 ആണ്. സോ അമീൻ സീരീസ് ഡിസെൻഡ് ചെയ്യാനായി, അതായത് പേരന്റ് കോമ്പൗണ്ടിനേക്കാൾ ഒരു കാർബണാറ്റം കുറഞ്ഞ അമീൻ ലഭിക്കുന്നതിനായാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ ഉപയോഗിക്കുന്നത്. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് പരിഗണിക്കാം. റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് ദ അമൈഡ് വിച്ച് ഗീവ്സ് പ്രൊപ്പനാമീൻ ബൈ ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ. ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ വഴി പ്രൊപ്പനാമീൻ കിട്ടണമെങ്കിൽ ഏത് അമൈഡാണ് ആവശ്യം? നമുക്കറിയാം, പ്രൊപ്പനാമീൻ എന്നാൽ 3 കാർബണാറ്റമുള്ള അമീനാണ്. അതായത് CH3 CH2 CH2 NH2. 3 കാർബണാറ്റമുള്ള ഒരു അമീൻ കിട്ടണമെങ്കിൽ അതിനേക്കാൾ ഒരു കാർബണാറ്റം കൂടുതലുള്ള അമൈഡാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ ഒരു കാർബണാറ്റം കൂടി കൂടുതലുള്ള അമൈഡ്, 4 കാർബണാറ്റമുള്ള അമൈഡ് അവിടെ ആവശ്യമുണ്ട്. സോ നമുക്ക് ആവശ്യമുള്ള അമൈഡ് CH3 CH2 CH2 CONH2 ആണ്. ഇതിനെ ബ്രോമിനും NaOH-മായി ട്രീറ്റ് ചെയ്യുകയാണ് എങ്കിൽ പ്രൊപ്പനാമീൻ പ്രോഡക്റ്റായി ലഭിക്കും. അടുത്ത ചോദ്യം, ഗീവ് ദ സ്ട്രക്ചർ ഓഫ് ദ അമീൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഹോഫ്മാൻ ഡീഗ്രഡേഷൻ ഓഫ് ബെൻസാമൈഡ്. ബെൻസാമൈഡിനെ ഹോഫ്മാൻ ഡീഗ്രഡേഷന് വിധേയമാക്കിയാൽ ലഭിക്കുന്ന അമീൻ ഏതാണ്? നമുക്കറിയാം, ബെൻസാമൈഡ് എന്നാൽ ഒരു അരോമാറ്റിക് അമൈഡാണ്. 7 കാർബണാറ്റുള്ള അമൈഡാണ്. ഇതിനെ ഹോഫ്മാൻ റിയാക്ഷന് വിധേയമാക്കിയാൽ ഒരു കാർബണാറ്റം കുറഞ്ഞ അഥവാ 6 കാർബണാറ്റമുള്ള അനിലീനായിരിക്കും പ്രോഡക്റ്റായി ലഭിക്കുന്നത്. ബെൻസാമൈഡ് C6H5CONH2 ആണ്. ഇതിനെ ഹോഫ്മാൻ റിയാക്ഷന് വിധേയമാക്കുന്നു. സോ CO ഗ്രൂപ്പ് നഷ്ടപ്പെടും. നമുക്ക് അനിലീനാണ് പ്രോഡക്റ്റ് ലഭിക്കുന്നത്. C6H5NH2 അവിടെ പ്രോഡക്റ്റായി ലഭിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പരിഗണിക്കാം. റൈറ്റ് ദ ഇക്വേഷൻസ് ഫോർ ഫോളോയിങ് കൺവേർഷൻസ്. ഈ കൺവേർഷൻ നടത്തുന്നതിന് ആവശ്യമായ ഇക്വേഷൻസ് എഴുതുക. CH3CH2Cl കൺവേർട്ടഡ് ടു CH3CH2CH2NH2.
അതായത് പേരന്റ് ആൽക്കൈൽ ഹാലൈഡിനേക്കാൾ ഒരു കാർബൺ ആറ്റം കൂടി കൂടുതലുള്ള അമീനാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ അമീൻ സീരീസ് അസെൻഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അസെൻഡ് ചെയ്യാനായി നമ്മൾ തന്നിരിക്കുന്ന ആ ഹാലൈഡിനെ സൈനോ കോമ്പൗണ്ടായി മാറ്റണം, അഥവാ നൈട്രൈലായി മാറ്റണം. സോ തന്നിരിക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് CH3 CH2 Cl ഇതിനെ ആൽക്കഹോളിക് സോഡിയം സയനൈഡുമായി ട്രീറ്റ് ചെയ്യുന്നു. ആൽക്കഹോളിക് സോഡിയം സയനൈഡുമായി ട്രീറ്റ് ചെയ്താൽ CH3 CH2 Cn കിട്ടുന്നു. ഇതിനെ റിഡക്ഷന് വിധേയമാക്കിയാൽ മതിയാകും. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡോ അതല്ലെങ്കിൽ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷനോ നടത്തുക. സോ CH3 CH2 CH2 NH2 ലഭിക്കുന്നു. ഇവിടെ രണ്ടാമത്തെ എക്സാമ്പിളിലും പേരന്റ് ഹാലൈഡിനേക്കാൾ ഒരു കാർബൺ ആറ്റം കൂടുതലുള്ള അമീനാണ്. തന്നിരിക്കുന്ന ആ ഹാലൈഡിനെ ആൽക്കഹോളിക് സോഡിയം സയനൈഡുമായി ട്രീറ്റ് ചെയ്യുന്നു. C6H5 CH2 Cl സോഡിയം സയനൈഡുമായി ട്രീറ്റ് ചെയ്താൽ കിട്ടുന്നത് C6H5 CH2 Cn ആയിരിക്കും. ഇതിനെ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷന് അല്ലെങ്കിൽ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ച് റിഡക്ഷന് വിധേയമാക്കുന്നു. സോ കിട്ടുന്ന കോമ്പൗണ്ട് C6H5 CH2 CH2 NH2 ആയിരിക്കും.